സഞ്ജുവിൻ്റെ ഇന്നത്തെ ബാറ്റിംഗ് കണ്ട് ലോക ക്രിക്കറ്റ് ഞെട്ടിയിരിക്കുകയാണ്. സഞ്ജുവും തിലക് വർമ്മയും സൗത്ത് ആഫ്രിക്കൻ ടീമിനെ പഞ്ഞിക്കിട്ടു. ഈ ഒരു T20 ടീമിനെ മറ്റു ടീമുകൾ ഭയന്നേ മതിയാവും. ഇന്നത്തെ സഞ്ജുവിൻ്റെ കളി കണ്ട് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആകെ കൂടി ഒരു വിക്കറ്റ് മാത്രമേ ഇന്ത്യയുടെ ഇന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണ് ഇന്ത്യ 281 റൺസ് എടുത്തിരിക്കുന്നത്. സഞ്ജു 109ഉം തിലക് വർമ്മ 120 റൺസും ഇന്നെടുത്തു. ഇന്നത്തെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കണ്ട് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഞ്ജുവും തിലകും മികച്ച പ്ലെയറാണ്, പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചത് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ആണ്. കഴിഞ്ഞ 2 മാച്ച് സഞ്ജു ഡെക്കായിരുന്നു, പക്ഷേ ഇന്നത്തെ മാച്ചിൽ സെഞ്ചുറി അടിച്ചു. ഇതുപോലെ കളിക്കണമെങ്കിൽ അതൊരു സാധാരണ താരത്തിന് സാധിക്കില്ല. സഞ്ജു ശരിക്കും ഒരു ഇതിഹാസമാണ്. ഇത്രയും കാലം സഞ്ജുവിനെ ഇറക്കാതിരുന്നത് BCCI ചെയ്ത വലിയ മണ്ടത്തരമാണ്. സഞ്ജു നേരത്തെ തന്നെ ഇതിഹാസമാകേണ്ടതായിരുന്നു, പക്ഷേ BCCI സഞ്ജുവിൻ്റെ കരിയർ തുലച്ചു കളഞ്ഞു. എങ്കിലും സഞ്ജു ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ പലവിധ റെക്കോർഡുകളും സഞ്ജു തിരുത്തി കുറിക്കും. സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലിയാണ് ഞങ്ങൾക്ക് ഇഷ്ടമായത്. അത് വളരെ വ്യത്യസ്തമാണ്. സഞ്ജു സിക്സുകൾ അടിക്കുന്നത് വളരെ ഈസി ആയിട്ടാണ്. മറ്റൊരു താരത്തിനും ഇങ്ങനെ കളിക്കാൻ സാധിക്കില്ല. ഇത് സഞ്ജുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. സഞ്ജു ഇനിയും ഒരുപാട് സെഞ്ചുറികൾ T20 അടിക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പായിരിക്കുകയാണ്. ഒരു പക്ഷേ T20 ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിക്കുന്നത് സഞ്ജു ആയിരിക്കും. അതിനി അധികം നാളില്ല. സഞ്ജുവിനെ പോലെ ഒരു പ്ലെയറിനെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. സഞ്ജു പാകിസ്ഥാൻ ടീമിൽ കളിക്കണം, ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. സെഞ്ചുറി അടിച്ച സഞ്ജുവിനും തിലക് വർമ്മയ്ക്കും ആശംസകൾ അർപ്പിക്കുന്നുവെന്ന് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. 2 താരങ്ങളാണ് സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ T20 ടീമിനെ പിടിച്ചാൽ കിട്ടില്ല. സഞ്ജു രോഹിത് ശർമ്മയുടെ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി സഞ്ജു ഓപ്പണിംഗിൽ അരങ്ങുവാഴും. സഞ്ജുവിൻ്റെ കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.